ഇന്നത്തേത് ഒരു ഈസി വെജ് റൈസിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് കേട്ടോ. കറിയൊന്നും വേണമെന്നില്ല, ഈ റൈസിന് തന്നെ നല്ല ഫ്ലേവറാണ്. ഇതൊരു റഫ് കുക്കിംഗ് ആണ് കേട്ടോ. വീഡിയോ അത്ര പ്രോപ്പറല്ല. അമ്മ വന്ന സമയത്ത് ഉണ്ടാക്കിയപ്പോൾ ഞാനത് റഫായിട്ട് നിങ്ങളെ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ കാണിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമ്മൾ ആവശ്യമുള്ള പാത്രം വെച്ചിട്ട് അതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മുടെ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസായിട്ട് ക്യാരറ്റ്, ബീൻസ്, പച്ച പീസ്, പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും പുതിനയിലയും പിന്നെ സവാള, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ അരി കുതിർത്തി വെച്ചിട്ടുണ്ട് ഒരു 10 മിനിറ്റ്. പിന്നെ അതുപോലെ വെള്ളവും ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുതിർത്തി വെച്ച അരിയും കൂടി ചേർത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 7 to 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് കുക്കായി വന്ന് കഴിയുമ്പോൾ ഒരു 1/2 സ്പൂൺ പൈനാപ്പിൾ എസൻസിലേക്ക് 1 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്തതും കൂടി ചേർക്കുക. ഒരു 2-3 സ്പൂൺ ഗീയും കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും പുതിനയിലയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ റൈസ് സെറ്റായി കേട്ടോ. ഈസിയാണ്, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ.